എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് കാച്ചിയ എണ്ണ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ കാച്ചിയ എണ്ണ അല്ലാതെ നമ്മൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഓരോ എണ്ണകൾ, അതായത് മുടി വളരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഗുണങ്ങളുള്ള സിംഗിൾ ആയിട്ടുള്ള എണ്ണകൾ. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 5 എണ്ണകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾക്ക് കാച്ചിയ എണ്ണ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്നവർക്കാണെങ്കിലും ഈ എണ്ണകൾ യൂസ് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് 2-3 എണ്ണകൾ നമ്മളിപ്പോ പറയാൻ പോകുന്നതിൽ 2-3 എണ്ണകൾ ഒന്നിച്ച് യൂസ് ചെയ്യണമെങ്കിൽ എല്ലാം ഈക്വൽ പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് ബ്ലെൻഡ് ആക്കിയിട്ട് ഒരു ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഏറ്റവും ആദ്യത്തെ എണ്ണ വന്നിട്ട് ആവണക്കെണ്ണയാണ്. നമ്മൾക്കറിയാം മുടി വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ആവണക്കെണ്ണ. ആവണക്കെണ്ണ 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മളുടെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആവണക്കെണ്ണയെ കുറിച്ചിട്ട്, നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം, ഏതൊക്കെ ടൈപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കൂടുതലായിട്ട് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കട്ടോ. അപ്പൊ ആവണക്കെണ്ണ 2 ടൈപ്പാണുള്ളത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു മഞ്ഞ കളറിലെ ആവണക്കെണ്ണ ഉണ്ട്, അത് നമ്മുടെ നോർമൽ കാസ്റ്റർ ഓയിൽ. അതല്ലാതെ ജമൈക്കൻ കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ആവണക്കെണ്ണ ഉണ്ട്. അതായത് അത് കുറച്ച് ബ്ലാക്ക് ആയിട്ടുള്ള കളർ ആയിരിക്കും. ആവണക്കിന്റെ കുരുന്നാണല്ലോ ആവണക്കെണ്ണ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സാധാരണ മഞ്ഞ കളറിലെ ആവണക്കെണ്ണ എന്ന് പറഞ്ഞാൽ നോർമൽ പ്രോസസ്സിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ആവണക്കെണ്ണയാണ്. ഈ ജമൈക്കൻ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ ബ്ലാക്ക് കാസ്റ്റർ ഓയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആവണക്കിന്റെ കുരു അങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്തിട്ട്, അങ്ങനെ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കാസ്റ്റർ സീഡിന്റെ ആഷ് ഉണ്ടല്ലോ അത് ഈ ഓയിലിൽ മിക്സ് ആവും. അങ്ങനെയാണ് അതിനൊരു ബ്ലാക്ക് കളറായിട്ട് എത്തുന്നത്. സാധാരണ കാസ്റ്റർ ഓയിൽ ആണെങ്കിലും ജമൈക്കൻ കാസ്റ്റർ ഓയിൽ ആണെങ്കിലും ഒരുപോലെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ കുറച്ചും കൂടി നന്നായിട്ട് കുറച്ചും കൂടി ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ജമൈക്കൻ കാസ്റ്റർ ഓയിൽ ആണ് കേട്ടോ. ആവണക്കെണ്ണയിൽ നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഫാറ്റി ആസിഡ് കണ്ടന്റ്സ് എല്ലാം ഉണ്ട്. പ്ലസ് നാച്ചുറലി ഇതിനകത്ത് വിറ്റമിൻ ഇയുടെ കണ്ടന്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മുടെ മുടി പെട്ടെന്ന് വളരുന്നത്. അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ ഭയങ്കര ഫ്രിസി ആയിട്ട് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവണക്കെണ്ണ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മുടെ സാധാരണ ഹെയർ ഓയിലാണെങ്കിലും ആവണക്കെണ്ണ ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത് വന്നിട്ട് വിറ്റമിൻ ഇന്റെ ഓയിലാണ്. നമ്മൾ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ, ആ പച്ച കളറിലെ ക്യാപ്സ്യൂൾ യൂസ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടാവും. പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള വിറ്റമിൻ ഇ ഓയിലൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഞാൻ നേരത്തെ കുറച്ച് നാളൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു വിറ്റമിൻ ഇ യൂസ് ചെയ്യാണ്. കാരണം കണ്ടിന്യൂസ്ലി നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് കുറയും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പ് എടുത്തത് കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഒരു വിറ്റമിൻ ഇന്റെ ഓയിലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് പച്ചക്കളറിലെ ക്യാപ്സ്യൂൾ അല്ല, ഒരു ബോട്ടിലിൽ ഓയിലായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ കോവിഡ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഓയിൽ ഇപ്പൊ എന്റെ കയ്യിലുള്ളത് കൊണ്ടാട്ടോ ഞാൻ കാണിച്ചു തരണേ. കാരണം എല്ലാവർക്കും ആ ഒരു പച്ച ക്യാപ്സ്യൂൾ, ആ ഒരു ഇവിയോണിനെ കുറിച്ചിട്ട് അറിയുള്ളൂ. അപ്പൊ ഇങ്ങനെയും നമ്മൾക്ക് പ്രൊഡക്ട്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ഇത് ഓർഗാനിക് നേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ്. നമ്മൾ നേരത്തെ അലോവേറ ജെൽ, ഞാൻ യൂസ് ചെയ്യുന്ന അലോവേറ ജെൽ ഉണ്ടായിരുന്നില്ല, സെയിം ബ്രാൻഡിന്റെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വിറ്റമിൻ ഓയിൽ ഓർഗാനിക് നേത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇവരുടെ എല്ലാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആട്ടോ. 100% ഓർഗാനിക് ആണ്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പ്ലാന്റ് ബേസ്ഡ് വിറ്റമിൻ ഇ ഓയിൽ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിറ്റമിൻ ഇ ഓയിൽ ട്രൈ ചെയ്താലോ എന്നുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ ഇത്. ഇതിപ്പോ നമ്മുടെ ഹെയർ ഓയിലിൽ മിക്സ് ചെയ്യാതെയും ഈ ഒരു വിറ്റമിൻ ഇ ഓയിൽ യൂസ് ചെയ്യട്ടോ. കാരണം ഇത് 100% നാച്ചുറൽ ആണ്. സ്കിന്നിനും ഹെയറിനും ഒരുപോലെ യൂസ് ചെയ്യട്ടോ. 100% ഓർഗാനിക് ആണ്. ഇവിടെ സ്കിൻ എന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷെ ഓർഗാനിക് ആയതുകൊണ്ട് നമ്മൾക്ക് ഹെയറിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഉപയോഗിക്കുന്നത് നമ്മൾക്ക് ഏത് എണ്ണയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എൻ്റെ എണ്ണ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണൊക്കെ മതിയാവും എനിക്ക്. അപ്പോൾ അത്ര ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വിറ്റമിൻ ഇൻ്റെ ഓയിൽ ചേർത്ത് കൊടുക്കാൻ പോകണം. അപ്പോൾ ഇതാട്ടോ ഓർഗാനിക് നേത്ര. ഇത് 100% പ്യുവർ പ്ലാന്റ് ബേസ്ഡ് ആണ്. പിന്നെ സ്കിന്നിനെന്നാണ് കൊടുത്തേക്കുന്നത്, പക്ഷേ ഇത് 100% പ്യുവർ ആയതുകൊണ്ട് ഞാൻ ഹെയറിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാക്കേജിങ്ങും കാര്യങ്ങളും. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതുകൊണ്ട് അതിൻ്റെ ആ ഒരു സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കറ്റിലൊക്കെയാണ് ഇത് വരുന്നത്. പിന്നെ വന്നിട്ട് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ ഇവിയോൺ അല്ലെങ്കിൽ ആ ഒരു ക്യാപ്സ്യൂൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കല്ലേ. ഈ ഒരു ഓയിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആട്ടോ. നാച്ചുറൽ ആയതുകൊണ്ട് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യും. അതുപോലെ സ്കാൽപ്പിലും നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്യും കേട്ടോ. പിന്നെ ഞാൻ എടുക്കുന്നത് ഇങ്ങനെ തുറന്നിട്ടാണ്, ഫുള്ളായിട്ട് തുറന്നിട്ട് എടുക്കണം. എന്നാലും നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യണേ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വിറ്റമിൻ ഇൻ്റെ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഹെയർ ഓയിലിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. എന്നിട്ട് ആ കുപ്പി കൈയോടെ തന്നെ ടൈറ്റ് ആയിട്ട് പൂട്ടി വെക്കുകയും ചെയ്യും കേട്ടോ. എന്നിട്ട് ഇത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്തിട്ട് സാധാരണ നമ്മൾ നിൽക്കുന്ന പോലെ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും പോയി വാഷ് ചെയ്ത് കളയും. ഇത് പെട്ടെന്ന് നമ്മുടെ സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആവും. ഭയങ്കര ലൈറ്റ് വെയിറ്റ്. നമ്മുടെ ഇവിയോൺ എന്ന് പറയുമ്പോഴേക്കും കുറച്ച് തിക്നെസ് കൂടുതലല്ലേ. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, പെട്ടെന്ന് പെനിട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിറ്റമിൻ ഇന്റെ ഒരു ഓയിലാണ്. അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നിട്ട്. അപ്പൊ വിറ്റമിൻ ഇന്റെ ഓയിലായിട്ട് നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിലും ഉണ്ടെന്ന് തോന്നുന്നു. ഫ്ലിപ്കാർട്ടിൽ ഉണ്ടോ എന്ന് നോക്കട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി അടുത്ത നമ്മുടെ ഓയിൽ വന്നിട്ട് ആർഗൺ ഓയിലാണ്. ഇത് ഭയങ്കര ഹെവി അല്ല, അതായത് ഭയങ്കര തിക്നെസ് ഇല്ല, ഒട്ടും ലൈറ്റും അല്ല, ഏകദേശം നടുക്ക് നിൽക്കുന്ന ഒരു തിക്നെസ് ആണ് അതിന്. നമ്മൾക്ക് ഏത് ഹെയർ ടൈപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്.
പ്ലസ് ഇതിൽ വിറ്റമിൻ ഇയുടെ കണ്ടന്റ് ഉണ്ട്. നമ്മുടെ മുടി വളരാനാണെങ്കിലും മുടി നന്നായിട്ട് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഫ്രിസി ഹെയർ ആണെങ്കിലും നോർമൽ ഹെയർ ആണെങ്കിലും ഓയിലി ഹെയർ ആണെങ്കിലും ഡ്രൈ ഹെയർ ആണെങ്കിലും ഏത് ഹെയർ ടൈപ്പിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് എന്ത് ആർഗൺ ഓയിൽ കേട്ടോ. നമ്മൾ ആവണക്കെണ്ണേന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ ആർഗൺ ഓയിലും 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോ ചില പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചില ഷാംപൂസ് ഒക്കെ വാങ്ങിക്കുമ്പോഴേക്കും മൊറോക്കൻ ആർഗൺ ഓയിൽ എന്ന് കേട്ടിട്ടുണ്ടാവും. മൊറോക്കൻ ആർഗൺ ഓയിലും സാധാരണ ആർഗൺ ഓയിലും സെയിം തന്നെയാണ്. പക്ഷെ ഈ മൊറോക്കൻ ആർഗൺ ഓയിലില് അവർ എക്സ്ട്രാ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിൽസോ ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ആർഗൺ ഓയിൽസിനെയാണ് നമ്മൾ മൊറോക്കൻ ആർഗൺ ഓയിൽസ് എന്ന് പറയുന്നത്. ബ്ലെൻഡ് ചെയ്യാത്ത പ്യൂർ ആയിട്ടുള്ള ആർഗൺ ഓയിലിനെയാണ് നമ്മൾ ആർഗൺ ഓയിൽ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. നമ്മുടെ ഹെയർ മാനേജബിൾ ആക്കുന്നതും ഹെയർ ഗ്രോത്ത് കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യുന്നതും മൊറോക്കൻ ആർഗൺ ഓയിൽ ആയിരിക്കട്ടോ. ബിക്കോസ് അതിനകത്ത് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളത് ബ്ലെൻഡഡ് ആണ്. ഇനി അടുത്തത് വന്നിട്ട് ആൽമണ്ട് ഓയിൽ ആണ്. ആൽമണ്ട് ഓയിലും ഈ പറയുന്നത് പോലെ 2 ടൈപ്പ് ഉണ്ട്. നോർമൽ ആൽമണ്ട് ഓയിലും ഉണ്ട്, രണ്ടാമത്തത് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കിട്ടും അല്ലെ. രണ്ടും നമ്മുടെ ഹെയർ ഗ്രോത്തിനും ഹെയർ മാനേജബിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ലോ പൊറോസിറ്റി ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ആൽമണ്ട് ഓയിൽ കേട്ടോ. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് കിട്ടുന്നത് നോർമൽ ആൽമണ്ട് ഓയിലിനെക്കാട്ടിലും കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അതായത് കുറച്ചും കൂടി തിക്നെസ് കുറഞ്ഞതായിരിക്കും സ്വീറ്റ് ആൽമണ്ട് ഓയിൽ. ഹെവി ആയിട്ടുള്ള ഓയിൽ നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ആയിട്ട് നമ്മൾക്ക് കഴുകിക്കളയണം. അത് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊടിയും അഴുക്കെല്ലാം അതിങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതുപോലെ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ സാധാരണ ആൽമണ്ട് ഓയിലോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം നമ്മൾക്ക് ഉണ്ടാവില്ല കേട്ടോ. സ്വീറ്റ് ആൽമണ്ട് ഓയിൽ പോലെ തന്നെ നമ്മൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഹോഹോബ ഓയിൽ കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഇത് ആക്ച്വലി പണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഇടയായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പണ്ട് ഈ പിമ്പിൾസ് വന്ന സമയത്ത് എനിക്ക് ഡോക്ടർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എഴുതി തന്നത് ഈ ഹോഹോബ ഓയിൽ ആയിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അതായത് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓയിലി ആയിട്ട് ഇങ്ങനെ ഗ്രീസി ആയിട്ടൊന്നും നമുക്ക് തോന്നില്ല. പെട്ടെന്ന് സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആവും. അതുപോലെ നമ്മൾക്ക് വാഷ് ചെയ്ത് കളയാനും വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ പൊടിയും അഴുക്കെല്ലാം അങ്ങനെ ഇരുന്നിട്ട് നമ്മുടെ സ്കാൽപ്പിന് താരൻ പോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇങ്ങനെ സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഹോഹോബ ഓയിലോ അങ്ങനെയുള്ള ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നമ്മൾക്ക് ഹെയറിന് സ്യൂട്ടബിൾ. സോ ഇത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ഓയിൽ വന്നിട്ട് ഒലിവ് ഓയിൽ ആണ്. ഒലിവ് ഓയിൽ കുറച്ച് തിക്നെസ് ഉള്ള ഒരു ഓയിലാണ്. ഹെയറിന് നല്ല കണ്ടീഷനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിലും നാച്ചുറൽ ആയിട്ടുള്ള വിറ്റമിൻ ഇ കണ്ടന്റ് ഉണ്ട്. അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എപ്പോഴും നമ്മൾ വിറ്റമിൻ ഇ അല്ലെങ്കിൽ ഈ ഏത് ടൈപ്പ് ഓയിൽ ആണെങ്കിലും വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ എക്സ്ട്രാ വെർജിൻ ആൽമണ്ട് ഓയിൽ അങ്ങനെയുള്ളത് എക്സ്ട്രാ വെർജിൻ കാറ്റഗറിയിൽ വരുന്നത് വാങ്ങിക്കുക. അതായത് ഒലിവ് ഓയിൽ ആണെങ്കിൽ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ എന്നുള്ളത് വാങ്ങിക്കുക. കാരണം സാധാരണ ഒലിവ് ഓയിൽ ജസ്റ്റ് ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്ത് എന്തായാലും വേറെ എന്തെങ്കിലും ഓയിൽസ് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാവും. എക്സ്ട്രാ വെർജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല എന്നാണ്, ആഡ് ചെയ്യരുതെന്നാണ് നിയമം. അപ്പോൾ എക്സ്ട്രാ വെർജിൻ ആയിട്ടുള്ള ഓയിൽസ് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ 5 ഓയിൽസ് ആണ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ടോപ്പ് 5 ആയിട്ടുള്ള ഓയിൽസ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.